ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. നമുക്ക് കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മാത്രം മതി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് സാറിനെ അക്കം അപമാനിക്കുന്നത് കണ്ടപ്പോ എനിക്ക് വന്ന കലിയുണ്ടല്ലോ. ഇനി ഈ ജയിലിലുള്ളവര് സാറിനെ ബഹുമാനിക്കോ? പിന്നെ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യം വരില്ല. അധികം അപമാനം ഉണ്ടാകുന്നതിന് മുൻപേ അക്കമ്മ എന്തായാലും സാറിനെ ഇവിടുന്ന് സ്ഥലമാറ്റോന്ന് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് ഞാൻ അവളെ തീർക്കും. അങ്ങനെ തന്നെ ചെയ്യണം സർ. നീ ഒരു കാര്യം ചെയ്, സ്റ്റോറിൽ നിന്ന് ഒരു കയറെടുത്തോണ്ട് വാ. അവളെ കഴുത്ത് തിരിച്ചു കൊന്നിട്ട് നമുക്ക് കെട്ടിത്തൂക്കാം. മഹിമയെ തല്ലേന്റെ കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാം. ശരി സർ. വേഗം ചെല്ല്. പോയല്ലോ. ആ ഇൻവെർട്ടർ ഓൺ ചെയ്. ആരുമില്ലേ? ഞാൻ തന്നെ പോയി നോക്കാം. ഇതൊരു കഷ്ടമായത്. എന്നെ ആരൊക്കെയോ തല്ലി. എന്നാലും സാറിനോട് ഇത് ചെയ്യാൻ ആർക്കാ ധൈര്യം ഉണ്ടായത്? ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. നീ ഒരു കാര്യം ചെയ്, എല്ലാ സെല്ലുകളും ചെക്ക്. ആരെങ്കിലും സെല്ലില്ലെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കണം. മൊത്തം അന്തേവാസികളെയും ഗാർഡുകളെയും വിളിച്ചു കൂട്ട്. നിക്കാതെ പോ. നിങ്ങൾ ആരെങ്കിലും സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി പറഞ്ഞോ. ജോർജ് സാറ് വന്ന ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. കാര്യം എന്താണെന്ന് പറ മാഡം. എന്തിനാ എല്ലാരും വിളിച്ചു കൂട്ടിയിരിക്കുന്നെ? കാരണം പറഞ്ഞില്ലെങ്കിൽ നീ എന്തോ ചെയ്യും? മര്യാദക്ക് മിണ്ടാതെ ഇവിടെ നിന്നോ. സെല്ലിൽ നിന്ന് ആരൊക്കെയാണ് മിസ്സായത്? ഞങ്ങൾ അന്വേഷിക്കാൻ ചെന്നപ്പോ എല്ലാരും സെല്ലിലുണ്ടായിരുന്നു സർ. അപ്പൊ ആരെ പ്രേതമാണോ എന്നെ തല്ലിയത്? അറിയില്ല സർ. നീയാണിതെല്ലാം ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്തെന്നാ ജോർജ് പറയുന്നേ? പറ, എല്ലാരും കേൾക്കട്ടെ. ഞാൻ എന്താ ചെയ്തേ? നീയല്ലേ ആളെയും കൂട്ടി വന്ന് എന്നെ തല്ലിയത്? അതെങ്ങനെ സംഭവിക്കാനാ? ഞാൻ ആ സമയത്ത് സെല്ലിനകത്തായിരുന്നില്ലേ? തന്റെ പട വന്ന് പരിശോധിച്ചപ്പോ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ആ, സംശയം ഉണ്ടെങ്കിൽ തന്റെ സേനാപതിയോട് തന്നെ ചോദിക്ക്. പറഞ്ഞു കൊടുക്ക് സ്മിതേ. എടി, നിന്റെ അഹങ്കാരം കുറെ കൂടുന്നേ. എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കാനാണല്ലോ നിന്റെ പരിപാടി അല്ലേ? എന്നെ വെറുപ്പിച്ചിട്ട് നീ ഇവിടെ എങ്ങനെ കഴിയുമെന്ന് എനിക്കൊന്ന് കാണണം. ജോർജേ, തന്നെ ആരോ തല്ലിയെന്ന് താൻ പറയുന്നു. അത് ഞാനാണെന്ന് തന്നെ ഇരിക്കട്ടെ. അതിന്റെ അർത്ഥം സെല്ലിൽ കിടക്കുന്ന എന്നെ തുറന്നുവിടാൻ തന്റെ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ തന്നെ തയ്യാറായെന്നല്ലേ? താൻ പലപ്പോഴും പറയാറില്ലേ ഇത് തന്റെ കോട്ടയാണെന്ന്. തന്റെ കോട്ടയില് തന്റെ അവസ്ഥ ഇതാ. അപ്പൊ പുറത്തെ കാര്യം പറയാനുണ്ടോ? അല്ല, കോട്ടയത്തെ തറവാട്ട് വീട്ടില് എല്ലാവർക്കും സുഖമല്ലേ? അവിടെ ഭാര്യയുടെയും 2 പെൺമക്കളുടെയും കൂടെ വയസ്സായ അപ്പം മാത്രമല്ലേ ഉള്ളൂ.
അകത്തിരുന്ന തന്നെ തല്ലിക്കാൻ കഴിവുള്ളവർക്ക് പുറത്ത് തന്റെ കുടുംബത്തെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. നീ സാറിനെ ഭീഷണിപ്പെടുത്തുവാണോ? അയ്യോ, ഇതൊന്നും ഞാൻ ചെയ്യുമെന്നല്ല പറഞ്ഞേ. ജോർജിനെ തല്ലിയവര് ചെയ്യുമെന്നാ ഞാൻ ഉദ്ദേശിച്ചേ. നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയൊന്നും ഈ ജോർജ് പേടിക്കൂല. അത് വേഗം എടുക്കും ജോർജെ, വീട്ടിൽ നിന്ന് ഭാര്യയായിരിക്കും. എടി. ഹലോ അച്ചായ, ഏ നിങ്ങളിപ്പോ എവിടെയാ? നിങ്ങൾ ജയിലിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? നീ ബഹളം വെക്കാതെ കാര്യം എന്താണെന്ന് പറയടി. കുറച്ചു നേരം മുമ്പ് ആരൊക്കെയോ വീട്ടിൽ കയറി വന്ന് സാധനങ്ങളെല്ലാം തല്ലി പൊട്ടിച്ചു. പിള്ളേരാകെ പേടിച്ചിരിക്കുവാ. നിങ്ങളാ ജയിലിലെ സ്ത്രീകളോട് എന്തൊക്കെയോ വേണ്ടാതിനെ കാണിച്ചെന്ന് അവർ പറഞ്ഞത്. ഞാനോ? ആ, നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ഇത് നന്നാവാൻ ഉദ്ദേശമില്ലേ? ഞങ്ങളെ കൊലയ്ക്ക് കൊടുത്താലേ നിങ്ങൾ അടങ്ങൂ. എന്താ അച്ചായ ഒന്നും മിണ്ടാത്തെ? തെരേസേ, ഞാൻ വേണ്ട. വീട്ടിൽ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് പോയപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. വനിതാ ജയിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വിടില്ലായിരുന്നു. വായി നോക്കി. നിങ്ങൾ കുടുംബത്തെ പറ്റി ചിന്തിച്ചോ? നമ്മുടെ മക്കളെ പറ്റി ചിന്തിച്ചോ? നിങ്ങളുണ്ടാക്കിയ ചീത്തപ്പേര് കാരണം നമ്മുടെ മക്കളുടെ കല്യാണം നടക്കുമെന്നാണ് എന്റെ പേടി. നിങ്ങളുടെ കയ്യിലിരിപ്പൊക്കെ എനിക്ക് അറിയില്ലേ. നാളെ രാവിലെ തന്നെ വീട്ടിലെത്തിക്കോണം. ഇല്ലെങ്കിൽ എന്റെ അപ്പനെയും ആങ്ങളെയും കൂട്ടിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് വരും. അവര് വന്നാലുള്ള അവസ്ഥ അറിയാലോ. നീ എന്റെ കുടുംബജീവിതം തർക്കാനുള്ള പരിപാടിയാണല്ലേ? എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. തന്നെ ഇവിടുന്ന് ജീവനോടെ വിടുന്നത് എന്റെ പിച്ചയായിട്ട് കണ്ടാ മതി. ഇനി ഒരിക്കൽ കൂടി എന്റെ വഴിയിൽ താൻ വന്നു പോകരുത്. വന്നാൽ നിന്നെ എന്റെ കൈ കിട്ടും. ഡേ, എന്നെയാണോ? നിന്നെ തന്നെ അടി. ഇങ്ങോട്ട് വാ. എടി